ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവൻ സംബന്ധിച്ചുള്ള സത്യം എന്താണ്? രണ്ട് നിഗമനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ദൈവം സൃഷ്ടിച്ചു, മറ്റൊന്ന് മനുഷ്യൻ പരിണമിച്ചുണ്ടായി എന്നുള്ളതാണ്. പരിണാമത്തെക്കുറിച്ച് പറയുമ്പോൾ പരിണാമ സിദ്ധാന്തം എന്നല്ലേ പറയാറുള്ളത്. സിദ്ധാന്തത്തിൻ്റെ അർത്ഥം എന്താണ്? നിഗമനം. അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവില്ല എന്നുള്ളതാണ്. മറിച്ച് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനോ നമുക്ക് ഒട്ടനവധി തെളിവുകൾ ഹാജരാക്കാനുണ്ട്. അതാണ്. അപ്പോൾ ആ സംഗതി സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങളെല്ലാം ഞാൻ ഇതിനോടകം 2-3 വീഡിയോകളിലായിട്ടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിളിച്ചത് ഈ പരിണാമവാദികളുടെ ശക്തമായ ഒരു വാദമാണ് പരിണാമം. പരിണാമം എന്ന് പറഞ്ഞത് വളരെ സ്ലോ ഗതിയിൽ നടക്കുന്ന ഒരു മാറ്റത്തിനാണ് പരിണാമം എന്ന് പറയാൻ. അപ്പോൾ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ വെള്ളത്തിൽ ഉത്ഭവിച്ചു എന്നാണ് അവർ പറയാൻ. വെള്ളത്തിൽ ഉത്ഭവിച്ച ജീവൻ പിന്നീട് മത്സ്യമായി, മത്സ്യത്തിൽ നിന്നും ഉരകങ്ങളുണ്ടായി, ഉരകങ്ങളിൽ നിന്നും പക്ഷികൾ, ജന്തുക്കൾ, അങ്ങനെ കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായി എന്നുള്ളതാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ വാദം. അപ്പോൾ നമ്മുടെ ഒരു സംശയം, ഈ പരിണാമ സിദ്ധാന്തത്തിൽ വരുമ്പോൾ ജീവൻ പരിണമിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വളരെ സാവകാശം മത്സ്യത്തിൽ നിന്നും കരയിലുള്ള ജീവികളിലേക്ക്, അവിടുന്ന് കരയിലുള്ള ജീവികളുടെ നിന്നും ഉരകങ്ങളിൽ നിന്നും കൈകാലുകളുള്ള ജീവികൾ, അവസാനം കുരങ്ങിൽ നിന്നും മനുഷ്യൻ. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ ഈ പരിണാമത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലുള്ള ഇടയിലുള്ള ഒരു വസ്തുവിനെ ഒരു ജീവിയെ നമ്മൾ കാണണ്ടേ? അല്ലെങ്കിൽ മത്സ്യത്തിൽ നിന്നും ഉരകത്തിലേക്കുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ കരയിലുള്ള ഉരകങ്ങളിലേക്കുള്ളൊരു മാറ്റം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ അന്ന് കാണണ്ടേ? അതില്ലല്ലോ, അല്ലേ? അപ്പോൾ ഇനി എന്ന് പറയുന്നത്, ഈ ജിറാഫൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ദൗർലഭ്യം വന്നപ്പോൾ ഭക്ഷണം കിട്ടാതെ അത് ഉയർന്ന മരങ്ങളിലേക്ക് കഴുത്ത് നീട്ടി കഴുത്ത് നീണ്ടുവന്നു. അങ്ങനെ നീണ്ടുവരുമോ? അതിനൊരു ജീനുണ്ടല്ലോ ജിറാഫിന്. അതിന് മാറ്റം വരികയല്ല, ജീനുകൾക്ക് മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണല്ലോ പലപ്പോഴും DNA ടെസ്റ്റൊക്കെ നടത്തുന്നത്, അല്ലേ? ആ DNA ടെസ്റ്റുകളിൽ എന്താ തെളിയിക്കുന്നത്? അവരുടെ സ്വന്തമാണോ ബന്ധുവാണോ തെളിയിക്കുന്നത്. അതിന് മാറ്റം ഉണ്ടാകത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ DNA അത്ര സൂക്ഷ്മമായിട്ട് മാറ്റത്തിന് വിധേയമല്ല എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് DNA ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ DNAക്ക് മാറ്റമില്ലെങ്കിൽ പിന്നെ ഭക്ഷണത്തെ ദൗർലഭ്യം വരുമ്പോൾ കഴുത്ത് കുറിയ മൃഗം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉയരമുള്ള മരത്തിലേക്ക് എത്തി കഴുത്ത് നീണ്ടു വരൂ? ഒരു സാധ്യതയില്ലല്ലോ. അതിനെന്താ ശാസ്ത്രീയ തെളിവ്? ഇല്ല. ഇനി കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമത്തിൽ കുരങ്ങ് പെട്ടെന്ന് മനുഷ്യനായിട്ട് മാറുമല്ലേ? അതിനിടയ്ക്ക് കണ്ണികൾ വേണമല്ലോ. അങ്ങനെ ഒരു മിസ്സിങ് കണ്ണി എവിടെയാണ്? ഇല്ലല്ലോ. തന്നെയുമല്ല, ഒരു ജീവിക്ക് മറ്റൊരു ജീവിയായിട്ട് പരിണമിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. നമ്മളതിനെക്കുറിച്ച് ശരിക്കും അവലോകനം ചെയ്യുമ്പോൾ ഓരോ വർഗവും അതിൻ്റെ തനതായ വർഗത്തെ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നാണ്. അതിന് വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ പോലും ആണെങ്കിൽ എന്താണോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു DNA, അത് തന്നെയാണ് വീണ്ടും വരാനുള്ള സാധ്യത. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം കൈയും കാലും കൈയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ഒരാൾ വിവാഹിതനാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നോർമൽ പൊക്കമുള്ള ആളാന്ന് കൂട്ടിക്കൂ. പക്ഷെ ഒരിക്കലും ഉണ്ടാകുന്ന കുട്ടിക്ക് പൊക്കക്കുറവുണ്ടാകത്തില്ല. മറ്റൊന്ന്, ഒരു കൈ ഇല്ലെന്ന് വിചാരിച്ച് ജനിച്ചപ്പോഴേ കൈയില്ലാത്ത ഒരാൾ, അദ്ദേഹത്തിന് മക്കളുണ്ടായി കഴിഞ്ഞാൽ കൈയില്ലാതെ ഉണ്ടാവുമോ? വരുന്നില്ല. അപ്പോഴും എന്താണ് ആ കിടക്കുന്ന ജീനുകൾ, അതല്ലെങ്കിൽ അതിൻ്റെ DNA ആ ഒരു ക്രമീകരണം അനുസരിച്ച് എന്താണോ അതിൻ്റെ പൂർവ്വസ്ഥിതി, തനതായ സംഭവം എന്താണോ അത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഒരിക്കലും അത് മറ്റൊന്നായിട്ട് വ്യതിചലിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കേവലം സിദ്ധാന്തം മാത്രമാണ് പരിണാമം എന്നുള്ളത്. ഒരിക്കലും തെളിയിക്കപ്പെട്ട ശാസ്ത്രമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. എന്നാൽ ദൈവം ഉണ്ടെന്നുള്ളതിന് നമുക്ക് ഒട്ടനവധി തെളിവുകളുണ്ട്. അത് ഞാൻ ഇതിനോടകം 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ആവശ്യക്കാർക്ക് അത് നോക്കാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി വിവരങ്ങൾ പ്രദാനം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം എടുക്കണം. അതുവരെ ഗുഡ് ബൈ.